നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഭാഗം ഇൻസ്പെക്ഷൻ ചേമ്പറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം സെപ്റ്റിക് ടാങ്കിനെ കുറിച്ചായിരുന്നു അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ഇൻസ്പെക്ഷൻ ചേമ്പറിനെ കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഇൻസ്പെക്ഷൻ ചേമ്പറിന്റെ UPVC-യിലുള്ള അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഈ നീലയായിട്ടുള്ള ഇത് കോൺക്രീറ്റ് ടൈപ്പാണ്. നമ്മളിപ്പം IT ഉണ്ടാക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യേണ്ട നമ്മൾ അതായത് ബ്രിക്ക് ഇൻസ്പെക്ഷൻ ചേമ്പറാണ് കാണുന്നത്. ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ രീതിയിലുള്ള ആണ് നമ്മൾ IT-യിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ വ്യക്തമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ചിത്രത്തിൽ കാണാം. ദി സൈസ് ഓഫ് ചേമ്പർ, അതിന്റെ സെറ്റപ്പ് ആണ്. അതിന്റെ ഇതെല്ലാം MM-ലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 600 mm, അതായത് 60 സെന്റിമീറ്റർ അല്ലേ അതിന്റെ വിഡ്ത്ത്. അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ അതിനകത്തൊരു കാണേണ്ട ഒരു സംഭവം ബെഞ്ചിങ് ട്രവൽഡ് സ്മൂത്ത്. ഒരു ബെഞ്ചിങ് പറഞ്ഞു ഈ റൗണ്ട് ആയിട്ടുള്ളൊരു ഭാഗം അത് കാണുന്നത് അത് പൈപ്പുകളാണ്. ഓക്കെ, ഇത് ഒരു 3 ഡയമെൻഷൻ ആകുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. നമുക്കിത് 2D ആയിട്ട് അല്ലെങ്കിൽ 2 ഡയമെൻഷൻ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു ബെഞ്ചസ് വെച്ചിരിക്കുന്നുണ്ട്, ബെഞ്ചിങ് ട്രവൽഡ് സ്മൂത്ത്. അതായത് ഇതെങ്ങനെ അല്പം ചെരിച്ചാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇതിൽ വെള്ളമൊന്നും കെട്ടിക്കിടക്കാൻ പാടില്ല. മലിന വസ്തുക്കളെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴെന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു സമയത്ത് വെള്ളം ഇവിടെ കെട്ടി നിൽക്കാതെ ഈ വെള്ളമെല്ലാം പോകും. എന്നാൽ നമുക്കിത് പരിശോധിക്കാനുള്ള ഒരു അറകളാണ്, ഇൻസ്പെക്ട് ചെയ്യാനുള്ള അല്ലെ. നമ്മുടെ IT-യിലൊക്കെ ഇൻസ്പെക്ഷൻ വരാറുണ്ട്. ശരി, ഇതിൽ എഴുതിയിരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിക്കാം. അറ്റ് ജംഗ്ഷൻസ്, നമ്മൾ ജംഗ്ഷനാണ് നോക്കുന്നത്. ദി ചേഞ്ചസ് ഓഫ് ഡയറക്ഷൻ and the intermediate point access the drain made by means of an inspection chamber. Inspection chamber എവിടെയൊക്കെയാണ് വെക്കുന്നത്? അറ്റ് ജംഗ്ഷൻസ്, ജംഗ്ഷൻ പോലെ. പിന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു, പിന്നെ ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഉള്ള സമയത്ത് നമ്മൾ വെക്കും അല്ലെ. സെക്കൻഡ് വൺ, it is in fact a pit usually of brick construction incorporated into the run of the drain at which the point of the drain becomes an open channel. നമ്മളത് ബ്രിക്ക് കൊണ്ട് അത് കൺസ്ട്രക്ട് നമ്മളത് നേരത്തെ കാണിച്ചു അല്ലേ. ഓക്കെ, നമ്മൾ അതിന്റെ നീളത്തെ കുറിച്ചും അതിന്റെ വീതിയെ കുറിച്ചും നമുക്ക് നോക്കാം. ഒരു ബ്രിക്കിന്റെ ഇൻസ്പെക്ഷൻ ചേമ്പറാണ്. 150 mm തിക്കാണ്. 150, അതായത് 15 സെന്റിമീറ്റർ തിക്ക് വരും അല്ലെ. എന്ന് പറഞ്ഞാൽ അതിനെ ഇൻസ്പെക്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. എന്നിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്യും? ഒരു ഇതെല്ലാം നിർമ്മിച്ചതിന് ശേഷം ഈ വെള്ളമെല്ലാം ഒഴുകി പോകുന്നതിന് ആവശ്യമായിരിക്കുന്ന ക്രമീകരണങ്ങളാണ്. അപ്പൊ നമുക്ക് ഇൻസ്പെക്ഷൻ ചേമ്പർ എവിടെയൊക്കെയാണ് നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടു. നിങ്ങളുടെ പല ക്ലാസ്സുകളിൽ ഇൻസ്പെക്ഷൻ ചേമ്പർ നമ്മൾ കാണുകയുണ്ടായി. അതായത് വാഷ് ബേസിന്റെ ഒക്കെ ആ ഭാഗങ്ങള് തൊട്ടടുത്ത് വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഫോൺ ഗ്യാസ് വരാനും പാടില്ല. ഫോൺ ഗ്യാസ് വരാനുള്ള സംബന്ധിച്ച് അവിടെ ഉണ്ട്, ക്രമീകരണങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ഈ വേസ്റ്റുകളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ പലതരത്തിലുള്ള വേസ്റ്റുകളൊക്കെ വന്നത് അത് വന്ന് നമ്മുടെ ഈ ഡ്രെയിനേജ് സിസ്റ്റം അടഞ്ഞു പോയത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്കത് എന്ത് ചെയ്യാം? അത് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അറകളാണ് നമുക്ക് ഇൻസ്പെക്ഷൻ ചേമ്പർ എന്ന് പറയാം. ഓക്കെ, നമ്മുടെ സാധാരണ ഇതിന് ഇതിന്റെ റെക്കമെൻഡഡ് സൈസ് BS A301 ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്.
നമുക്ക് അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ നോക്കാം. allow 300 mm for each 100 mm branches. On the side having most branches plus an allowance and the downstream end of the angle entry. നിങ്ങൾ ആ ചിത്രത്തിൽ നിന്ന് കാണാം, അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ ഡയമെൻഷൻസ് ആണ് ഇവിടെ കാണുന്നത്. ബ്രാഞ്ചസ് must enter the direction of flow. ഡയറക്ഷൻ എങ്ങനെ ഫ്ലോ ചെയ്യുന്നു അല്ലെ. ചിത്രം കുറച്ച് വ്യക്തമാണ്. അതിന്റെ ലെങ്ത്തിലും അതിന്റെ ബ്രെഡ്ത്തിലും നമുക്ക് കാണാം. ഇതിന്റെ വിഡ്ത്ത്, ഇതിന്റെ ഈ ഭാഗം, ഇതിന്റെ ലെങ്ത്. ഓക്കെ, നമ്മൾ അതിന്റെ ചില കണക്കുകളാണ് പഠിക്കുന്നത്. ദി സം ഓഫ് ദി വിഡ്ത്ത്സ് ഓഫ് ബെഞ്ചിങ് പ്ലസ് 150 mm or diameter of the main drain. നമ്മളിത് പറയാണ് വിഡ്ത്ത് എന്താണ്, അതിന്റെ ബെഞ്ചിങ്ങിൽ മാത്രമാണെങ്കിൽ നമ്മൾ 150 കൊടുക്കും. ഇതാണ് അതിന്റെ ജസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ക്. എ ബ്രാഞ്ച്, ബി ബ്രാഞ്ച്, നമ്മളിവിടെ കാണുന്നല്ലോ എയും ബിയും ബ്രാഞ്ചുകൾ. എ അതിന്റെ ബി ബ്രാഞ്ച്, അതെങ്ങനെയാണ് അതിന്റെ ലെങ്ത് കൊടുത്തിരിക്കുന്നതിന്റെ ഒരു ഏകദേശ ധാരണയുള്ള ഒരു ചിത്രമാണ്. നമുക്കിനി ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് പറയാം. അതിന്റെ ഡ്രെയിൻസ് തന്നെയാണ് ഡ്രെയിൻസ്. ഓക്കെ, ഡ്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡ്രെയിൻ? അത് ഓട എന്നൊക്കെ നമുക്ക് പറയാം. ഓട അല്ലെ, നമ്മള് ഡ്രെയിനേജ് സിസ്റ്റം ഒരുപാടുണ്ട്. അതായത് വേസ്റ്റ് വെള്ളം ഇതെല്ലാം നമുക്ക് ഒഴുകി പോകാൻ എന്തെങ്കിലും ഒരു ചാനൽ വേണം അല്ലെ. ശരി, അതിന് മുമ്പ് നമുക്ക് ഡ്രെയിൻ എന്ന ചില ഭാഗം നമുക്ക് നോട്ട്സിലുള്ള ഭാഗം എഴുതാം. These are used for conveying less fall water from kitchen, bathrooms, washing place and rainwater from courtyards, roads, roofs, open ground, etc. ഡ്രെയിൻസിന്റെ ആവശ്യം എവിടെയാണ്? അടുക്കള, ബാത്റൂം, വാഷിംഗ് പ്ലേസ്, അതുപോലെ മഴവെള്ളം, മുറ്റത്തിൽ വീഴുന്ന മഴവെള്ളം, അതുപോലെ റോഡിലൂടെ, അതുപോലെ മേൽക്കൂരയിലൂടെ പോകുന്ന വെള്ളം എന്ത് ചെയ്യുന്നു? അതെല്ലാം നമുക്ക് എന്ത് ചെയ്യും? ഒരു ഡ്രെയിൻ സിസ്റ്റത്തിലൂടെ അത് മാറ്റാം. അതാണ് അതിന്റെ സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? അതൊരു പബ്ലിക് സീവർ ആക്കാണ് ചെയ്യുന്നത്. ദി ഓപ്പൺ ഡ്രെയിൻസ് ആർ മോസ്റ്റ്ലി ലെയ്ഡ് along the either side of the street, along the boundary walls of building. അല്ല, നമ്മൾ ചില സമയത്ത് രണ്ട് സൈഡിലും കാണും അല്ലെ ഈ ഡ്രെയിൻ സിസ്റ്റം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരിടത്ത് കാണും. നമ്മുടെ ഈ പൊതുവെ പല സ്ഥലങ്ങളിലും റോഡ് പണിയുമ്പോൾ നമ്മളിത് വ്യക്തമായിട്ട് കാണാറുണ്ട് അല്ലെ. ഈ ഡ്രെയിൻ സിസ്റ്റങ്ങൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? റോഡിലും എല്ലാം നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയ്ക്കായി മാറും. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു ആവശ്യകത എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ഇന്റർവെൽ എന്ത് ചെയ്യും? ഇതെല്ലാം ക്ലീനിങ് നടക്കും, അല്ലെങ്കിൽ വെള്ളമെല്ലാം ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ടാകും. ഓക്കെ, നമുക്ക് അതിന്റെ ഈ ഡ്രെയിൻസിന്റെ ചില സെക്ഷൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. An ideal drains should fulfill the following conditions. എന്തൊക്കെ ചില നമുക്ക് ഇനി പറയുന്ന ചില കണ്ടീഷൻസ് അത് ഈ ഡ്രെയിൻസ് ഉണ്ടായിരിക്കും. ഇറ്റ് ഷുഡ് ഡെവലപ്പ് എ സെൽഫ് ക്ലീൻസിങ് വെലോസിറ്റി വിത്ത് മിനിമം ഡ്രൈ വെതർ ഫ്ലോ. സെൽഫ് ക്ലീൻസിങ് വെലോസിറ്റി ഒരു ഇമ്പോർട്ടന്റ് വേർഡാണ് നമുക്ക് ഉള്ള. അതായത് ഇതിലുള്ള ഈ വേസ്റ്റ് വെള്ളമെല്ലാം സുഗമമായ രീതിയിൽ ഒഴുകി പോകാനുള്ള ആ മിനിമം വെലോസിറ്റി, സെൽഫ് ക്ലീൻസിങ് വെലോസിറ്റി, അത് മിനിമം ഇതിൽ ഉണ്ടായിരിക്കണം. ഏത്? നമുക്ക് വരണ്ട കാലാവസ്ഥയിൽ പോലും ഇത് മിനിമം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ വെള്ളം അവിടെ നിന്ന് കെട്ടിക്കിടക്കാൻ പാടില്ല. വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ കൊതുകുകള് വർദ്ധിക്കും, അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, അതുപോലെ മെയിൻ്റനൻസ് ഒക്കെ എന്ത് ചെയ്യണം? അത് ക്ലീൻ, ഇറ്റ് ഷുഡ് ബി ക്ലീൻ ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്. അല്ലാതെ ഇതൊക്കെ
ക്ലീൻ ചെയ്യാൻ പറ്റണം. ഇറ്റ് ഷുഡ് ബി സച്ച് ദാറ്റ് ക്യാൻ ഈസിലി ക്ലീൻഡ്, ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റണം. അതുപോലെ ഇതിന് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതും മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുന്നതും അത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ്. പിന്നെ ഇത് സ്ട്രക്ചറലി സേഫ് സ്റ്റേബിൾ പറയുക അല്ലെ, ഒരു മഴയത്ത് ഇതിങ്ങനെ ഒഴിച്ചു പോകാനൊന്നും പാടില്ല അല്ലെ. ഇനി നമുക്ക് ഇതിന്റെ ചില ഷേപ്പുകളെ കുറിച്ച് നോക്കാം. സെമി സർക്കുലർ സെക്ഷൻ, യു സെക്ഷൻ, വി സെക്ഷൻ, റെക്ടാങ്കുലർ സെക്ഷൻ. അതായത് നമ്മൾ ഇപ്പോഴും ഈ കാണുന്ന ഈ കാര്യങ്ങൾ, അതായത് ഡ്രെയിൻ സിസ്റ്റത്തിൽ നമ്മൾ കാണുന്നത് സെമി സർക്കുലർ സെക്ഷൻ, അതായത് സർക്കുലറിന്റെ സെമി, യു സെക്ഷൻ, വി സെക്ഷൻ. നമുക്ക് ആദ്യത്തെ ഈ സെമി സർക്കുലർ സെക്ഷനെ കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു, ഈ കാണുന്നതെല്ലാം കോൺക്രീറ്റ് ഇതിലേക്കാണ്. അതിന് ഈ ഓടയുള്ള ഈ ഭാഗമാണ്, അതായത് ഈ വെള്ളം അല്ലെങ്കിൽ മലിനജലങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുപോകാൻ എന്ത് ചെയ്യും, ഇതേപോലെ ഒരു സർക്കുലർ, സെമി സർക്കുലർ ആയിട്ടുള്ള, സർക്കുലർ എന്ന് പറഞ്ഞാൽ മുഴുവൻ റൗണ്ട് ആയിരിക്കും, ഇത് പകുതി മാത്രം കമ്പനി, അത് മാത്രമായിട്ട് എടുക്കും. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. This type of drain is mostly used for small drains due to easiness in laying, stability and cheapness. ഇത് ചീപ്പായിട്ട്, അതായത് വലിയ വിലയില്ലാതെ നമുക്ക് ഇത് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ കഴിയും, ഈസിയായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഹാഫ് റൗണ്ട് ഗ്ലേസ്ഡ് സ്റ്റോൺ വെയർ പൈപ്പ് ഈസ് യൂസ്ഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ. നമുക്ക് സ്റ്റോൺ വെയർ പൈപ്പ് നമ്മൾ കണ്ടിട്ടില്ലേ, ഇതുപോലെ അത് ഗ്ലേസിങ് ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഈ വെള്ളം എല്ലാം വന്നതിനെ പോകാൻ കുറച്ച് പ്രയാസം. സെമി സർക്കുലർ ഡ്രെയിൻസ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഡിസ്ചാർജസ്, അതായത് വലിയ ഡിസ്ചാർജുകൾ ഒന്നും ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് പറ്റില്ല. പക്ഷെ ഇത് സെമി സർക്കുലർ ആണ്, അതുകൊണ്ട് ഒരു മീഡിയം ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് ഇതിലൂടെ വിടാൻ കഴിയുള്ളൂ അല്ലെ. ഓക്കെ, നമുക്കിനി അടുത്ത ഇതിലേക്ക് വരാം. ഇതാണ് യു സെക്ഷൻ. കണ്ടാൽ നിങ്ങൾക്ക് തോന്നും അത് സെമി സർക്കുലർ പോലെ തോന്നും അല്ലെ, എന്നാൽ ഇത് യു സെക്ഷൻ ആണ്. ചിത്രത്തിൽ കാണുന്നുണ്ട്, എന്റെ ഡയമെൻഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്ന കോൺക്രീറ്റ്. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജും ഇതിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. സെമി സർക്കുലർ സെക്ഷൻ, ഇഫ് ദ സൈഡ്സ് ആർ റൈസ്ഡ് ഇത് ബിക്കം യു സെക്ഷൻ. അതായത് അതിന്റെ രണ്ട് സൈഡ് സെക്ഷൻ, യു എന്ന് പറയുമ്പോൾ ആ അക്ഷരം കാണും അല്ലെ, ഒരു സി പോലെ ഉള്ളതാണെങ്കിലും അവിടെ നിന്ന് കുറച്ചും കൂടെ ഒരു മേലേക്ക് കൊടുക്കും, സൈഡ് ഉയർത്തിയിരിക്കും. അതിനെയാണ് നമ്മൾ യു സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ സെമി സർക്കുലറിനേക്കാൾ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് അറ്റ് വിച്ച് the places which are discharged is more or cannot be taken by the semicircular. Half stone are the half stones are pipes which is laid in the bottom and over it masonry work is done is show figure. നമ്മൾ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ കാര്യങ്ങളൊന്നും വ്യക്തമാണ് അല്ലെ. ഈ യു സെക്ഷൻ നമുക്ക് ഈ കാണുന്ന സാധാരണ ഈ സെമി സർക്കുലറിൽ തന്നെ അതിന്റെ സൈഡുകൾ ഒന്ന് ഉയർത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, യു സെക്ഷൻ അല്ലെ. ശരി, നമ്മളൊരു ട്രെയിനിന്റെ അളവ് ആ രീതിയിൽ ഉണ്ടാവും. അടുത്ത രണ്ട് സെക്ഷനാണ് ഇത് വി സെക്ഷൻ അല്ലെ. ഇങ്ങനെയുള്ള ട്രെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കുറവായിരിക്കും അല്ലെ. വി സെക്ഷൻ, അതായത് വെള്ളം അതിലൂടെ പെട്ടെന്ന് തന്നെ ഒഴുകി പോകും, അതുപോലെ തന്നെ ഒന്നും തന്നെ പിടിച്ചിരിക്കില്ല. ശരി, അതിന്റെ ചില നോട്ട്സുകളെ കുറിച്ച് നോക്കാം. ഇറ്റ് ഈസ് ഈസി ടു ക്ലീൻ ദിസ് ടൈപ്പ് ഓഫ് സെക്ഷൻ. ഇങ്ങനെ ഒരു സംഗതിയാണെങ്കിൽ എന്താണ്, പെട്ടെന്ന് ഈസി ആയിട്ട് അത് സെക്ഷൻ ചെയ്തെടുക്കാൻ കഴിയും. ദിസ് സെക്ഷൻ മേ സബ്സ്റ്റൈൻ ടു 120 ഡിഗ്രി. സാധാരണ ഇതിലൊരു 120 ഡിഗ്രിയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യും അല്ലെ.
ഇനി നമ്മൾ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഒന്നാണ് റെക്ടാങ്കുലർ സെക്ഷൻ. നമ്മുടെ നാട്ടിൽ ഉള്ള ഈ ഡ്രെയിനേജിന്റെ ഈ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ കാണാൻ കഴിയും, റെക്ടാങ്കുലർ സെക്ഷൻ. This type of section is only for large discharges. Because of the small discharges, self-cleansing velocity will not develop, causing the settlement of suspended particles. ലാർജ് ഡിസ്ചാർജ് ഇതിലൂടെ പോകും. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലാണ് വെള്ളം കൂടുക. നമ്മുടെ നാട്ടിലൊക്കെ മഴ സുലഭമായി ലഭിക്കുന്നതുകൊണ്ട് ഇതായിരിക്കും കുറച്ചുകൂടെ അഡ്വാൻറ്റേജ്. എന്നാൽ മഴ വളരെ കുറവുള്ള ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ സർക്കുലറോ അല്ലെങ്കിൽ സെമി സർക്കുലറോ അല്ലെങ്കിൽ ഈ വി ഷേപ്പുള്ളതൊക്കെ നമുക്ക് മതിയായിരിക്കും. ഇതിന് താഴെ നമുക്ക് കോൺവേ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വിവരങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലാസ്സുകൾ നിങ്ങൾ ക്ലിയറായ രീതിയിൽ പഠിച്ചു വെക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മളിനി അടുത്ത ഭാഗം ഡ്രെയിനേജ് സിസ്റ്റത്തിന് അതുപോലെ സെസ്പൂള്, സോക്ക് പിറ്റ് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ ക്ലാസ്സുകൾ ഇതിന്റെ നോട്ട്സുകളൊക്കെ ഞാൻ ഉള്ളതിനില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും.